നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഡിസംബർ ആയി. ഓക്കെ, നമുക്ക് ആക്ച്വലി ഞാൻ മറ്റേ ഗൈഡൻസ് മെസ്സേജിൽ ഒരു മന്ത്ലി റീഡിംഗ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയി കാണാം. ഓക്കെ, കുറേ കാരണം ഞാൻ എന്താണെന്ന് വെച്ചാൽ അതിൽ കുറേ ഞാനിങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷനും ഓവർകം ചെയ്യാനുള്ള തരത്തിലുള്ള സംസാരിക്കാം. സോ അതൊന്ന് കാണാം. ആൻഡ് ഇന്നത്തെ റീഡിങ്ങിൽ ഞാൻ നോക്കാൻ പോകുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, എനിക്ക് അവർ സംസാരിക്കുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ഓപ്പൺ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഫുൾ ബ്ലോക്ക്ഡ് ആവണമെന്നില്ല, അങ്ങനെയാവാം. ഫുള്ളി ബ്ലോക്ക്ഡ് ആണ്, അല്ലെങ്കിൽ സെപ്പറേഷൻ ആണ്, ടോട്ടലി വിട്ടുപോയി, ചിലപ്പോൾ ജസ്റ്റ് നിങ്ങൾ തമ്മിൽ സംസാരം കുറഞ്ഞതാവാം. എനിക്ക് അവരധികം പറയുന്നില്ല, ഓപ്പൺ ആയിട്ട് പറയുന്നില്ല കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ശരി, എന്ത് സിറ്റുവേഷൻ ആയാലും എന്താണ് ഈ ഒരു ബ്ലോക്കേജിന് എന്താണ് റീസൺ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഡെക്കിന്ന് ആദ്യം കുറച്ച് കാർഡ്സ് നോക്കാം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത്, ഒന്നും പറയാത്തത്? ചിലപ്പോൾ ടോട്ടലി വിട്ടുപോയെങ്കിൽ എന്തുകൊണ്ടാണ് വിട്ടുപോയത്? ഓക്കെ, അവരുടെ ലൈഫിലെ ചില സിറ്റുവേഷൻസ് ആയിരിക്കാം നമുക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഫീലിങ്സ് ആൻഡ് സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കാം. നമുക്ക് നോക്കാം. ഓക്കെ, തോട്ട്സ് കാണുന്നുണ്ട്. മെസ്സേജ് ഓഫ് കൺസേൺ, കമ്മ്യൂണിറ്റി, ഗിഫ്റ്റ്, false person. Okay, നമുക്ക് നോർമൽ ടാരോന്ന് കൂടി എടുത്തിട്ട് ഞാൻ പറയാം. 8 of Wands, communication. Okay, Ace of Swords, 4 of Cups, Two of Cups, Chariot, Lovers, ഇവിടെ ഓവറോൾ ഇപ്പോൾ ഈ ഒരു ഇത്രയും കാർഡ്സ് എന്ന് എനിക്ക് കാണുന്നത്, നിങ്ങളുടെ പേഴ്സൺ എന്തിനെ കുറിച്ച് ചില ചിന്തകളിലാണ്. അതൊരു മെസ്സേജ് ഓഫ് കൺസേൺ എന്ന് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിക്കാണാം, അവരുടെ ഫാമിലിയെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജ് ഓഫ് കൺസേൺ അവർക്ക് വന്നിട്ടുണ്ട്. അതായത് അവർക്ക് ഒരു വറി ഉണ്ടാകും, ചിലപ്പോൾ ആരുടെയെങ്കിലും ഹെൽത്തിനെ കുറിച്ചായിരിക്കാം, വീട്ടിലെന്തെങ്കിലും പ്രോബ്ലംസിനെ കുറിച്ചായിരിക്കാം, ഫൈനാൻഷ്യൽ കൺസേൺസിനെ കുറിച്ചായിരിക്കാം. ഓക്കെ, അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് ഇപ്പോൾ അവരുടെ മൈൻഡിൽ ചില ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ അതിനെക്കുറിച്ച് ഓർത്ത് കുറച്ച് ടെൻഷനിലാണ്. ഈ ഒരു മെസ്സേജ് വന്നതിനെക്കുറിച്ച്, ഇവിടെയും 8 of Wands മെസ്സേജ് കമ്മ്യൂണിക്കേഷനാണ്, ഇതും കമ്മ്യൂണിക്കേഷനാണ്. സോ രണ്ടും കൂടി കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണിന് എന്തോ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവാം. ഇപ്പോൾ സപ്പോസ് ദൂരെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കൂ, ലൈക്ക് ഔട്ട് ഓഫ് കൺട്രി, വേറെ ലൈക്ക് അവരുടെ ഫാമിലി നാട്ടിൽ അവർ വേറെ എവിടെയും പുറത്ത് വർക്ക് ചെയ്യാൻ പോയി, അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ, നിങ്ങളുടെ തന്നെ ഹസ്ബൻഡോ വൈഫോ ആണെങ്കിലും, അല്ലെ അങ്ങനെ തോന്നണില്ല അവിടെ എനിക്ക്. ഓക്കെ, ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, എനിക്ക് അവർ മാരീഡ് ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ ഒരു മെസ്സേജിൽ ചില എന്തെങ്കിലും ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം, വീട്ടിൽ ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ, പക്ഷെ അതിനെക്കുറിച്ച് ഓർത്ത് അവർ കുറച്ച് ടെൻഷനിലാണ് ഇപ്പോൾ. ഓക്കെ, ആൻഡ് ഇവിടെ കമ്മ്യൂണിറ്റി എന്ന് കാണുന്നുണ്ട്. മേ ബി എന്തെങ്കിലും ഫങ്ഷൻ വല്ലതും ഉണ്ടാവാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് പറയാം അവർ. മേ ബി സൊസൈറ്റിയിൽ മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, അങ്ങനെ എന്തൊക്കെയോ അവർക്ക് ഒരു ടെൻഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഫാമിലിയുടെ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അവരുടെ പാരൻസിനെ കുറിച്ചായിരിക്കാം. യെസ്, ഇവിടെ പാരൻസിനെ പോലെയൊക്കെ ഉണ്ട്, പാരൻസിനെ കുറിച്ചുള്ള എന്തെങ്കിലും കൺസേൺ ആയിരിക്കാം. പിന്നെ സൊസൈറ്റിയെ കുറിച്ചുള്ള ചിന്തകളുണ്ട് എന്നും പറയാം കേട്ടോ. ഓക്കെ, സൊസൈറ്റിയുടെ ഒരു കാര്യം കൂടി എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിവിടെ ഗിഫ്റ്റ് ആൻഡ് ഫോൾസ് പേഴ്സൺ. ഓക്കെ, ചിലവർക്ക് ഒരു തേർഡ് പാർട്ടിയുടെ ഫീലിങ്ങും എനിക്ക് വരുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി എന്ന രീതിയിൽ കാണുന്നുണ്ട്. ഒരു ഫോൾസ് പേഴ്സൺ അവരുടെ ലൈഫിലുണ്ട്, അതൊരു തേർഡ് പാർട്ടി ആണ്. ഓക്കെ, ആ തേർഡ് പാർട്ടി എനർജിക്ക് ഒരുപാട് ഇവർ ഗിഫ്റ്റോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയതാവാം, അങ്ങനെയും പറയാം. സോറി, ചിലവർക്ക് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് ഒരുപാട് ഗിഫ്റ്റോ കാര്യങ്ങളൊക്കെ കൊടുത്ത്
പക്ഷെ അത് ആ വ്യക്തി അത്ര നല്ലൊരു വ്യക്തിയല്ല. എനിക്ക് ഫോൾസ് പേഴ്സൺ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവരൊരു കള്ളത്തരം എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയാം, ഒരു നെഗറ്റീവ് പേഴ്സൺ ആണ്. എനിക്ക് ഒരു നെഗറ്റീവായിട്ട് തേർഡ് പാർട്ടി വെറുതെ ഉപയോഗിക്കാം, ലൈക്ക് അവർക്ക് ഗിഫ്റ്റ് കിട്ടാനും ഈ പേഴ്സൻ്റെ പൈസ അല്ലെങ്കിൽ എല്ലാം അങ്ങനത്തെ ചില ആഗ്രഹങ്ങളുള്ള വ്യക്തികളായിരിക്കാം. എനിക്ക് അവർ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം, ജസ്റ്റ് അതിനു വേണ്ടി മാത്രം കൂടെ ഉള്ളവരായിരിക്കാം. അതിപ്പോൾ ആരും ആവാട്ടോ. ലൈക്ക് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അതിപ്പോൾ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഫാമിലി, ഹസ്ബൻഡ് വൈഫാണ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അവരുടെ പൈസ മാത്രമായിരിക്കും അവർക്ക് വേണ്ടത്, ഈ പേഴ്സൻ്റെ പണം മാത്രമായിരിക്കും അവർക്ക് ആഗ്രഹം. ഓക്കെ, ആ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവുമല്ലോ, എല്ലാം അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കൽ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഇവർക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെ വല്ല തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ടാവാം ചിലവർക്ക്. ഓക്കെ, അപ്പോൾ എവിടെയും ലവേഴ്സ് കാർഡും ഉണ്ട്. സോ ലവേഴ്സ് എന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും തേർഡ് പാർട്ടിയിൽ പോയി പെട്ട് കാണാം. നിങ്ങൾ തമ്മിൽ ഒരു മാരീഡ് ആണെങ്കിൽ മേ ബി തേർഡ് പാർട്ടിയിൽ പോയി പെട്ട് കാണാം. അല്ലെങ്കിൽ പക്ഷെ ആ തേർഡ് പാർട്ടി നല്ലൊരു വ്യക്തിയല്ല. ഓക്കെ, ഇവിടുന്ന് എന്ത് കിട്ടും എന്ന് നോക്കി നിൽക്കുന്ന വ്യക്തികളാണ്. ഫാമിലി ആണെങ്കിലും ശരി, ആ നിങ്ങളെ പേഴ്സൺ മാരീഡ് ആണ്, അങ്ങനത്തെ വല്ല സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെയും അവരെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു നല്ലൊരു സിറ്റുവേഷൻ അല്ല. മേ ബി അവിടുന്ന് അപ്പോൾ എന്തെങ്കിലും മെസ്സേജസ് വന്നു, അതിനെക്കുറിച്ച് ഓർത്തും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഈ 2-3 സിനാരിയോ ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ തോട്ട്സ് നടക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ അവരുടെ മൈൻഡിൽ ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, 8 ഓഫ് വോൺസ്, ഏസ് ഓഫ് സോർട്സ്. ഇപ്പം നിങ്ങളുടെ അടുത്ത് നിന്ന് ചിലപ്പോൾ സെപ്പറേഷൻ ഉണ്ടാവാം, നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, കാരണം അവർക്ക് ഇപ്പോൾ ഒന്നിലും താല്പര്യമില്ല. ഓക്കെ, അവർ ടെൻഷനിലാണ്, എന്തൊക്കെയോ ആലോചനകളിലാണ്. ഓക്കെ, അവർക്ക് ഒന്നിലും ഒരു താല്പര്യമായിട്ടൊന്നും ഇപ്പം ഇല്ല. നിങ്ങളുടെ കാര്യത്തിലായാലും ശരി, ഐ തിങ്ക് വേറെ ഒന്നിലും അവർക്കിപ്പോൾ താല്പര്യമില്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അവർ മനസ്സിലിപ്പോൾ കുറേ ടെൻഷനും ചിന്തകളും കാര്യങ്ങളും മാത്രമാണ്. അത് ഒന്നിലേക്കും അവർക്ക് വലിയ താല്പര്യമായിട്ടൊന്നും കാണുന്നില്ല. ഓക്കെ, ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ളത് 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് ആക്ച്വലി സോൾമേറ്റ് കണക്ഷൻ ആണ്, നിങ്ങളുടെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്കുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളെ കാണാൻ വരും എന്ന രീതിയിൽ പറയാം. നമുക്ക് ചാരിറ്റ് ആണ്, നിങ്ങളെ കാണാൻ വരാനുള്ള സാധ്യതയുണ്ട്. ട്രാവൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ദൂരേക്കാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വരും, കാണാൻ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതയാണ്. ഈവൻ 8 ഓഫ് വോൺസ് നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതയാണ്, പേഴ്സൺ മീറ്റ് ചെയ്യാൻ വരാനുള്ള സാധ്യതയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും എന്ന് കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, ബട്ട് ഇവിടെ ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു ചോയ്സിൻ്റെ കാര്യം, ലവേഴ്സ് കാർഡ് പറയുമ്പോൾ നമ്മളൊരു ചോയ്സ് പറയാറുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ ചൂസ് ചെയ്യാനുണ്ട്, നിങ്ങളെ ചൂസ് ചെയ്യണം. ഓക്കെ, അതായത് തേർഡ് പാർട്ടിയെ, അതിപ്പോൾ ആരായാലും ശരി, ഫാമിലി, ഇപ്പോൾ ഈവൻ പാരൻസ്, അങ്ങനെ തന്നെ പാരൻസ് ഒക്കെ നിങ്ങളുടെ സിറ്റുവേഷനെതിരാണെങ്കിൽ അതിൻ്റെ മേലെ നിങ്ങളെ ചൂസ് ചെയ്യണം, അല്ലേ? അവർ പക്ഷെ ചൂസ് ചെയ്യും എന്നാണ് എനിക്ക് കാണുന്നത്. കാരണം ഇവിടെ പേജ് ഓഫ് പെൻഡിക്കിൾസ് ഉണ്ട്. ഒരു നിങ്ങൾ തമ്മിലൊരു കമ്മിറ്റ്മെൻറ്റ് ഓഫർ എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, പേഴ്സൺ സൈലൻ്റ് ആയിരിക്കുന്ന, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അവരുടെ ലൈഫിൽ നടക്കുന്ന ചില സിറ്റുവേഷൻസ്, അതിൻ്റെ ഒരു ടെൻഷൻ, അതിൻ്റെ ഒരു അവരിങ്ങനെ എന്താ പറയുക, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ അവർ ഐ തിങ്ക് വളരെയധികം മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആണ്, അവർക്ക് ഒന്നിലും താല്പര്യങ്ങൾ അവർക്ക് വരുന്നില്ല. പക്ഷെ നിങ്ങളെ ഓർത്താൽ 2 ഓഫ് കപ്സ് എനർജി ആണ് നമുക്ക് അതിൽ ലൈക്ക് വളരെ സ്ട്രോങ് ആയിട്ട്. ദാറ്റ്സ് എന്താ പറയുക, വളരെ നല്ലൊരു കാർഡാണ് ഇവിടെ വന്ന്. നിങ്ങളെക്കുറിച്ച് 4 ഓഫ് വോൺസ്, നൈറ്റ് ഓഫ് സോർഡ്സ്, 7 ഓഫ് കപ്സ്, മജീഷ്യൻ, ക്വീൻ ഓഫ് വോൺസ്, 3 ഓഫ് സോർഡ്സ്, ഹാങ്മാൻ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ സ്റ്റക്കായിരിക്കാം. ഓക്കെ, ഫാമിലി ആവാം, അത് ഫാമിലി ആവാം, അല്ലെങ്കിൽ ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടീസ് ആവാം. ഓക്കെ, അതിപ്പോൾ ഫ്രണ്ട്സും ആവാം കേട്ടോ, ഫ്രണ്ട്സ് ആവാം, അച്ഛനമ്മമാർ, പാരൻസ് ആവാം, ആരും ആവാം. ഓക്കെ, അങ്ങനെ ഒരു തേർഡ് പാർട്ടിയാണ് നിങ്ങളെ തമ്മിൽ അകറ്റി നിർത്തുന്നത്. ഓക്കെ, ആ ഒരു കമ്മ്യൂണിറ്റിയുടെ പറയുമ്പോൾ എനിക്കൊരു തോന്നൽ എന്താണെന്ന് വെച്ചാൽ മേ ബി നിങ്ങളെ ചൂസ് ചെയ്യാൻ അവർക്ക് സാധിക്കില്ലായിരിക്കും. ഓക്കെ, മേ ബി അവർ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ കമ്മ്യൂണിറ്റി സമ്മതിക്കില്ല, അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. അല്ലാത്തവർക്ക് നിങ്ങളിപ്പോൾ റിലീജിയൻ വേറെ ആക്കാൻ ഇവിടെ ഹൈറോഫൻ്റ് ഉണ്ട്. സോ മേ ബി നിങ്ങൾ റിലീജിയൻ, കാസ്റ്റ് വേറെ ആയിരിക്കാം, റിലീജിയൻ വേറെ ആയിരിക്കാം, അങ്ങനത്തെ തടസ്സങ്ങൾ ഉണ്ടാവാം, പാരൻസ് സമ്മതിക്കില്ല എന്ന രീതിയിലാവാം. ഓക്കെ, മേ ബി നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഫാമിലിയിൽ പറഞ്ഞിട്ടുണ്ടാവും, മെസ്സേജ് ഓഫ് കൺസേൺ നമുക്ക് അങ്ങനെ എടുക്കാം. എന്നിട്ട് അവരോട് പറഞ്ഞു കാണും, ഇല്ല നിങ്ങൾ ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞ് കാണാം, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞ് കാണാം. സോ അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ നടക്കുന്നത്. ഓക്കെ, അവർക്കിപ്പോൾ ഫാമിലിയെ ചൂസ് ചെയ്യണോ നിങ്ങളെ ചൂസ് ചെയ്യണോ എന്നുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ പ്രയോറിറ്റി തന്ന് നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ വരും എന്നുള്ള ചിന്തകളായിരിക്കാം. ഓക്കെ, ഇവിടെ 5 ഓഫ് വോൺസ് ഉണ്ട്. ഒരു കോമ്പറ്റീഷൻ്റെ കാര്യം പറയാം നമുക്ക്. സോ തേർഡ് പാർട്ടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. 7 ഓഫ് കപ്സും ഉണ്ട്, 3 ഓഫ് സോർഡ്സ് ഉണ്ട്, തേർഡ് പാർട്ടി എനർജി ഉണ്ട്. ഓക്കെ, അവരുടെ ലൈഫിൽ വേറെയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത്
പാരൻസ് ആയാലും ശരി, മാരീഡ് ആയാലും ശരി, സൊസൈറ്റി വേറെ കാര്യങ്ങളായാലും ശരി, അവർ അതിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കുകയാണ് അവർ. ഓക്കെ, നിങ്ങൾക്കുള്ള പ്രയോറിറ്റി തരുന്നില്ല. ഓക്കെ, ബട്ട് അവർക്ക് വേണമെന്നുണ്ട്. ഇവിടെ 4 of Wands ആണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങളെ കാണാൻ വരാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരുന്ന കാര്യമാണ് എനിക്ക് കാണുന്നത്. മാരേജ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിൽ സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. തിരിച്ചു വരും നിങ്ങളുടെ പേഴ്സൺ. ഇപ്പം നിങ്ങളായിരുന്നു സെപ്പറേഷൻ ആണെങ്കിൽ അവർ തിരിച്ച് തീർച്ചയായിട്ടും വരും. നൈറ്റ് ഓഫ് സോർട്സ് ആണ്. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുത്ത് അവർ വരും. അധികം സമയമൊന്നും നിങ്ങളെ വിട്ട് മാറിയൊന്നും നിൽക്കില്ല. അങ്ങനെയൊന്നും കരുതണ്ട. ഇവിടെ നിങ്ങളെ കാണുന്ന ക്വീൻ ഓഫ് വാൻസ് എനർജിയാണ്. ഞാൻ ഐ തിങ്ക് ഇന്നലെയും റീഡിങ്ങിൽ പറഞ്ഞു, നിങ്ങളെ അവർക്ക് വളരെ അഡ്മിറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു റെസ്പെക്റ്റും എല്ലാം, കെയറും എല്ലാം ഉണ്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് മജീഷ്യനും ഉണ്ട്. അവർക്ക് നിങ്ങളെ വേണം. ഓക്കെ, നിങ്ങളെ ചൂസ് ചെയ്യാനാണ് അവർക്ക് ആഗ്രഹം. അവരുടെ ലൈഫിൽ വേറെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ മേലെ നിങ്ങളെ ചൂസ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ കുറച്ച് സ്റ്റക്കാണ്. ഓക്കെ, മേ ബി തേർഡ് പാർട്ടിയിൽ സ്റ്റക്ക് എന്ന രീതി പറയാം, ഫാമിലിയിൽ സ്റ്റക്ക് എന്ന് പറയാം. ഓക്കെ, ചില കാര്യങ്ങളിൽ അവരൊന്ന് പെട്ട് നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് പുറത്ത് വരാൻ അവർ ചോയ്സ് എടുത്ത് മുന്നോട്ട് വരും. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അവർ കുറച്ചുകൂടി നിങ്ങളോട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ അല്ലെങ്കിൽ എന്താണ് നോക്കാം. ഫ്യൂച്ചർ 6 of Wands, സക്സസ് 3 of Wands, 2 of Wands, ഡബിൾ ഉണ്ട്. ഇവിടെ കുറച്ച് പേടിയുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓ വാവ്, വെരി നൈസ്. ഓക്കെ, നന്നായി. ആക്ച്വലി കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ. പേടികളുണ്ട് അവർക്ക്, എല്ലാം ഉണ്ട്. ഓക്കെ, അതിൻ്റെ മേലെ പക്ഷെ അവർ നിങ്ങളെ ചൂസ് ചെയ്യും. നിങ്ങൾക്ക് ഇതൊരു ഓഫർ തരുന്നതാണ്, കമ്മിറ്റ്മെൻറ്റ് തരുന്നതാണ്. ഓക്കെ, എന്ത് തരത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾ നോക്കുക. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മാരേജ് പോസിബിൾ ആയവർക്ക് മാരേജ് ഉണ്ടാവും. കാരണം 6 of Wands ഉണ്ട്, 4 of Wands ഉണ്ട്, Ace of Pentacles ഉണ്ട്. ഡെഫിനറ്റ്ലി മാരേജ് കാർഡാണ്. കുറേ പേർക്കെങ്കിലും നിങ്ങൾക്ക് മാരേജ് പ്രതീക്ഷിക്കാം. അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യും. 2 of Wands ആണ്, നിങ്ങളെ ചൂസ് ചെയ്യും. ഓക്കെ, അവരെ പേടികളെ അവർ ഓവർകം ചെയ്യും. അവരെ പേടികൾ, ഫിയേഴ്സ്, അല്ലെങ്കിൽ അവരെന്താണോ ബ്ലോക്ക് ചെയ്യുന്നത് അതിനെ അവർ ഓവർകം ചെയ്യും. ഇവിടെ പ്ലാനിങ് ആണ് കാണുന്നത് എനിക്ക്. ഓക്കെ, അവർ പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരും അവർ. ഓക്കെ, ഇപ്പോൾ പേഴ്സൺ ഇപ്പോൾ ലേശം അവരെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആണ്, കാര്യങ്ങളുണ്ട്, അവർ പലതിനെയും കുറിച്ച് ചിന്തിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഒന്നും അവർ തുറന്ന് പറയാത്തത്, തുറന്ന് എക്സ്പ്രസ് ചെയ്യാത്തത്. ഇപ്പോൾ തേർഡ് പാർട്ടിയൊക്കെ ആണെങ്കിൽ, വേറെ റിലേഷൻഷിപ്പിൽ പോയി പെട്ടാണെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരണം അല്ലേ. അതിൻ്റെ മേലെ അവർ നിങ്ങളെ ചൂസ് ചെയ്യും എന്തായാലും. ഓക്കെ, എന്തുണ്ടെങ്കിലും. കാരണം അത് ഫോൾസ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അവർക്ക് റിയലൈസ് ചെയ്യും, അവരെ തെറ്റ് അവർ റിയലൈസ് ചെയ്യും. ആർക്കാണ് സമയം കൊടുത്തത് അല്ലെങ്കിൽ എന്തിനാണ് പ്രയോറിറ്റി കൊടുത്തത്, അത് തെറ്റായി പോയി എന്നൊക്കെ അവർ തീർച്ചയായിട്ടും റിയലൈസ് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഇവിടെ നിങ്ങൾക്കൊരു ഓഫർ വരുന്നതായിട്ടാണ് കാണുന്നത്. Ace of Pentacles മാരേജിൻ്റെ ഓഫറാണ്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഓഫർ എന്ന് പറയാം. നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കും എന്ന രീതിയിൽ. ഓക്കെ, ഒരു സ്റ്റഡി റിലേഷൻഷിപ്പ് ആവണമെങ്കിൽ പക്ഷേ ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ കുറേ മാറേണ്ടതുണ്ട്. നിങ്ങൾ കുറേ നിങ്ങളിൽ തന്നെ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. അപ്പോഴേ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഇപ്പോൾ നമ്മളിന്ന് കണ്ടത്. ഞാൻ അഡ്വൈസ് കാർഡൊന്നും എടുത്ത് വെച്ചില്ല. ഓക്കെ, അങ്ങനെ പോട്ടെ, സാരമില്ല, അത്ര മതി. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.